യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 25-ാം ആണ്ടിന്റെ ആരംഭത്തിങ്കൽ 10-ാം തീയതി നഗരം പിടിക്കപ്പെട്ടതിന്റെ 14-ാം ആണ്ടിൽ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. അതിന്മേൽ തെക്ക് മാറി ഒരു നഗരത്തിന്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു. അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് താമ്രം പോലെയായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുദണ്ഡും ഉണ്ടായിരുന്നു. അവൻ പടിവാതിൽക്കൽ നിന്നു. ആ പുരുഷൻ എന്നോട്, മനുഷ്യപുത്ര, നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കാം. ഞാൻ അവ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നീ കാണുന്നതൊക്കെയും ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്ക എന്ന് കൽപ്പിച്ചു. എന്നാൽ ആലയത്തിന് പുറമേ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ആ പുരുഷന്റെ കയ്യിൽ 6 മുഴം നീളമുള്ള ഒരു അളവുദണ്ഡ് ഉണ്ടായിരുന്നു. മുഴമോ ഒരു മുഴവും 4 വിരലും അത്രേ. അവൻ മതിൽ അളന്നു. വീതി ഒരു ദണ്ഡ്, ഉയരം ഒരു ദണ്ഡ്. പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൽ ചെന്ന് അതിൻ്റെ പതനങ്ങളിൽ കയറി ഗോപുരത്തിൻ്റെ ഉമ്മരപ്പടി അളന്നു. അതിൻ്റെ വീതി ഒരു ദണ്ഡ്, മറ്റേ ഉമ്മരപ്പടിയുടെ വീതിയും ഒരു ദണ്ഡ്. ഓരോ മാടത്തിനും ഒരു ദണ്ഡ് നീളവും ഒരു ദണ്ഡ് വീതിയും ഉണ്ടായിരുന്നു. മാടങ്ങൾ തമ്മിൽ 5 മുഴം അകന്നിരുന്നു. ഗോപുരത്തിന്റെ ഉമ്മരപ്പടി അകത്തു ഗോപുരത്തിന്റെ പൂമുഖത്തിനരികെ ഒരു ദണ്ഡായിരുന്നു. അവൻ ഗോപുരത്തിന്റെ പൂമുഖം അകത്തുവശം അളന്നു. ഒരു ദണ്ഡ്. അവൻ ഗോപുരത്തിന്റെ പൂമുഖം അളന്നു. അത് 8 മുഴവും അതിന്റെ കട്ടിളക്കാലുകൾ 2 മുഴവും ആയിരുന്നു. ഗോപുരത്തിന്റെ പൂമുഖം അകത്തോട്ടായിരുന്നു. കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ മാടങ്ങൾ ഇപ്പുറത്ത് 3 അപ്പുറത്ത് 3 ആയിരുന്നു. 3നും ഒരേ അളവും. ഇപ്പുറത്തും അപ്പുറത്തും ഉള്ള കട്ടിളക്കാലുകൾക്ക് ഒരേ അളവും ആയിരുന്നു. അവൻ ഗോപുരപ്രവേശനത്തിന്റെ വീതി അളന്നു. 10 മുഴം. ഗോപുരത്തിന്റെ നീളം അളന്നു. 13 മുഴം. മാടങ്ങളുടെ മുൻപിൽ ഇപ്പുറത്ത് 1 മുഴമുള്ളൊരു അതിരഴിയും അപ്പുറത്ത് 1 മുഴമുള്ളൊരു അതിരഴിയും ഉണ്ടായിരുന്നു. ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മാടവും 6 മുഴം ഉള്ളതായിരുന്നു. അവൻ ഒരു മാടത്തിന്റെ മേൽപ്പുര മുതൽ മറ്റേതിന്റെ മേൽപ്പുര വരെ അളന്നു. വാതിലോട് വാതിൽ 25 മുഴമായിരുന്നു. അവൻ പൂമുഖം അളന്നു 20 മുഴം. ഗോപുരത്തിന്റെ മാടങ്ങൾ ചുറ്റും പ്രാകാരത്തിലേക്ക് തുറന്നിരുന്നു. പ്രവേശന വാതിലിന്റെ മുൻഭാഗം തുടങ്ങി അകത്തെ വാതിൽക്കലെ പൂമുഖത്തിന്റെ മുൻഭാഗം വരെ 50 മുഴമായിരുന്നു. ഗോപുരത്തിനും പൂമുഖത്തിനും അകത്തേക്ക് ചുറ്റിലും മാടങ്ങളിലും ഇടത്തൂണുകളിലും അഴിയുള്ള ജാലകങ്ങൾ ഉണ്ടായിരുന്നു. ആ ജാലകങ്ങൾ അകത്ത് ചുറ്റുമുണ്ടായിരുന്നു. ഓരോ ഇടത്തൂണിന്മേലും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. അവിടെ പ്രാകാരത്തിന് ചുറ്റും മണ്ഡപങ്ങളും ഓരോ കൽത്തളവും ഉണ്ടായിരുന്നു. കൽത്തളത്തിങ്കൽ 30 മണ്ഡപം ഉണ്ടായിരുന്നു. കൽത്തളം ഗോപുരങ്ങളുടെ നീളത്തിനൊത്തവണ്ണം ഗോപുരങ്ങളുടെ പാർശ്വത്തിൽ ആയിരുന്നു. അത് താഴത്തെ കൽത്തളം. പിന്നെ അവൻ താഴത്തെ ഗോപുരത്തിന്റെ മുൻഭാഗം മുതൽ അകത്തെ പ്രാകാരത്തിന്റെ പുറത്തെ മുൻഭാഗം വരെയുള്ള അകലം അളന്നു. കിഴക്കോട്ടും വടക്കോട്ടും 100 മുഴം വീതമായിരുന്നു. വടക്കോട്ട് ദർശനമുള്ള പുറത്തെ പ്രാകാര ഗോപുരത്തിന്റെ നീളവും വീതിയും അവൻ അളന്നു. അതിൻ്റെ മാടങ്ങൾ ഇപ്പുറത്ത് 3 അപ്പുറത്ത് 3 ആയിരുന്നു. അതിൻ്റെ ഇടത്തൂണുകളും പൂമുഖവും 1-ാമത്തെ ഗോപുരത്തിന്റെ അളവ് പോലെ ആയിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ ജാലകങ്ങളും പൂമുഖവും ഈന്തപ്പനകളും കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിന്റെ അളവ് പോലെ ആയിരുന്നു.
7 പതനത്താൽ അതിലേക്ക് കയറാം. അതിൻ്റെ പൂമുഖം അതിൻ്റെ അകത്ത് ഭാഗത്തായിരുന്നു. അകത്തെ പ്രാകാരത്തിന് വടക്കോട്ടും കിഴക്കോട്ടുമുള്ള ഗോപുരത്തിന് നേരെ ഒരു ഗോപുരമുണ്ടായിരുന്നു. ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു, 100 മുഴം. പിന്നെ അവൻ എന്നെ തെക്കോട്ട് കൊണ്ടുചെന്നു. തെക്കോട്ട് ഒരു ഗോപുരം, അതിൻ്റെ ഇടത്തൂണുകളും പൂമുഖവും അവൻ ഈ അളവ് പോലെ തന്നെ അളന്നു. ആ ജാലകങ്ങൾ പോലെ ഇതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു. നീളം 50 മുഴവും വീതി 25 മുഴവും ആയിരുന്നു. അതിലേക്ക് കയറുവാൻ 7 പതനം ഉണ്ടായിരുന്നു. അതിൻ്റെ പൂമുഖം അതിൻ്റെ അകത്ത് ഭാഗത്തായിരുന്നു. അതിന് അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു. അകത്തെ പ്രാകാരത്തിന് തെക്കോട്ട് ഒരു ഗോപുരം ഉണ്ടായിരുന്നു. തെക്കോട്ട് ഒരു ഗോപുരം മുതൽ മറ്റേ ഗോപുരം വരെ അവൻ അളന്നു, 100 മുഴം. പിന്നെ അവൻ തെക്കേ ഗോപുരത്തിൽ കൂടി എന്നെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുചെന്നു. അവൻ തെക്കേ ഗോപുരവും ഈ അളവ് പോലെ തന്നെ അളന്നു. അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെ ആയിരുന്നു. അതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു. അത് 50 മുഴം നീളവും 25 മുഴം വീതിയും ഉള്ളതായിരുന്നു. പൂമുഖങ്ങൾ ചുറ്റും 25 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളവയായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിൻ്റെ നേരെയായിരുന്നു. അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കയറുവാൻ 8 പതനം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ കിഴക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുചെന്നു. അവൻ ഗോപുരത്തെ ഈ അളവ് പോലെ തന്നെ അളന്നു. അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും ഈ അളവ് പോലെ തന്നെയായിരുന്നു. അതിനും അതിൻ്റെ പൂമുഖത്തിനും ചുറ്റും ജാലകങ്ങൾ ഉണ്ടായിരുന്നു. അത് 50 മുഴം നീളവും 25 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെയായിരുന്നു. അതിൻ്റെ ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കയറുവാൻ 8 പതനം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരത്തിലേക്ക് കൊണ്ടുചെന്ന് ഈ അളവ് പോലെ തന്നെ അതും അളന്നു. അവൻ അതിൻ്റെ മാടങ്ങളും ഇടത്തൂണുകളും പൂമുഖവും അളന്നു. ചുറ്റും അതിന് ജാലകങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവും ആയിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ പ്രാകാരത്തിന് നേരെ ആയിരുന്നു. ഇടത്തൂണുകളിന്മേൽ ഇപ്പുറത്തും അപ്പുറത്തും ഈന്തപ്പനകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കയറുവാൻ 8 പതനമുണ്ടായിരുന്നു. അവിടെ ഒരു അറയുണ്ടായിരുന്നു. അതിലേക്കുള്ള പ്രവേശനം ഗോപുരത്തിൻ്റെ പൂമുഖത്തിൽ കൂടിയായിരുന്നു. അവിടെ അവർ ഹോമയാഗം കഴുകും. ഗോപുരത്തിൻ്റെ പൂമുഖത്ത് ഇപ്പുറത്ത് 2 മേശയും അപ്പുറത്ത് 2 മേശയും ഉണ്ടായിരുന്നു. അവയുടെ മേൽ ഹോമയാഗവും പാപയാഗവും അകൃത്യയാഗവും അറുക്കും. ഗോപുരപ്രവേശനത്തിങ്കൽ കയറുമ്പോൾ പുറമേ വടക്ക് വശത്ത് 2 മേശയും പൂമുഖത്തിൻ്റെ മറുവശത്ത് 2 മേശയും ഉണ്ടായിരുന്നു. ഗോപുരത്തിൻ്റെ പാർശ്വഭാഗത്ത് ഇപ്പുറത്ത് 4 അപ്പുറത്ത് 4 ഇങ്ങനെ 8 മേശയുണ്ടായിരുന്നു. അവയുടെ മേൽ അവർ യാഗങ്ങളെ അറുക്കും. ഹോമയാഗത്തിനുള്ള 4 മേശയും ചെത്തിയ കല്ലുകൊണ്ട് 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമായി ഉണ്ടാക്കിയിരുന്നു. അവയുടെ മേൽ അവർ ഹോമയാഗവും ഹനനയാഗവും അർപ്പാനുള്ള ആയുധങ്ങൾ വയ്ക്കും. അകത്തു ചുറ്റിലും 4 വിരൽ നീളമുള്ള കൊളുത്തുകൾ തറച്ചിരുന്നു. എന്നാൽ മേശകളുടെ മേൽ നിവേദിത മാംസം വയ്ക്കും. അകത്തെ ഗോപുരത്തിന് പുറത്ത് അകത്തെ പ്രാകാരത്തിൽ തന്നെ 2 മണ്ഡപം ഉണ്ടായിരുന്നു. ഒന്ന് വടക്കേ ഗോപുരത്തിൻ്റെ പാർശ്വത്ത് തെക്കോട്ട് ദർശനമുള്ളതായിരുന്നു. മറ്റേത് തെക്കേ ഗോപുരത്തിൻ്റെ പാർശ്വത്ത് വടക്കോട്ട് ദർശനമുള്ളതായിരുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, തെക്കോട്ട് ദർശനമുള്ള ഈ മണ്ഡപം ആലയത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത്. വടക്കോട്ട് ദർശനമുള്ള മണ്ഡപം യാഗപീഠത്തിൻ്റെ വിചാരകരായ പുരോഹിതന്മാർക്കുള്ളത്. ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്തു ചെല്ലുന്ന ലേവ്യരിൽ
സാദോക്കിന്റെ പുത്രന്മാരാകുന്നു. അവൻ പ്രാകാരത്തെ അളന്നു. അത് 100 മുഴം നീളവും 100 മുഴം വീതിയും ഇങ്ങനെ ചതുരശ്രമായിരുന്നു. യാഗപീഠമോ ആലയത്തിന്റെ മുൻവശത്തായിരുന്നു. പിന്നെ അവൻ എന്നെ ആലയത്തിന്റെ പൂമുഖത്ത് കൊണ്ടുചെന്നു. അവൻ പൂമുഖത്തിന്റെ മുറിച്ചുവർ അളന്നു. ഇപ്പുറത്തുള്ളത് 5 മുഴം, അപ്പുറത്തുള്ളത് 5 മുഴം. മുറിച്ചുവരിന്റെ വീതിയോ ഇപ്പുറത്ത് 3 മുഴവും അപ്പുറത്ത് 3 മുഴവും ആയിരുന്നു. പൂമുഖത്തിന്റെ നീളം 20 മുഴം, വീതി 12 മുഴം. അതിലേക്ക് കയറുവാനുള്ള പതനം 10. മുറിച്ചുവരുകൾക്കരികെ ഇപ്പുറത്ത് ഒന്നും അപ്പുറത്ത് ഒന്നുമായി തൂണുകൾ ഉണ്ടായിരുന്നു.